നമ്മൾ KSRTC ബസ്സിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 500-ൻ്റെ നോട്ടാണ്. ഈ നോട്ട് നമ്മൾ ചില്ലറ പൈസയ്ക്ക് വേണ്ടിയിട്ട് കണ്ടക്ടർ എടുത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കണ്ടക്ടറുടെ മുഖം മുഷിയുന്നത് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ KSRTC തന്നെ ഒരു ട്രാവൽ കാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് KSRTCയുടെ ട്രാവൽ കാർഡ്. ഈ കാർഡിന് വില 100 രൂപയാണ്. 50 രൂപ മുതൽ 2000 രൂപ വരെ ഈ കാർഡിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുകയും ചെയ്യാം. ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടി വീണ്ടും നിങ്ങൾക്ക് KSRTCയിലെ കണ്ടക്ടർ സമീപിക്കണം. ഈ കാർഡ് ലഭിക്കുന്നതിനും നിങ്ങൾക്ക് KSRTCയിലെ കണ്ടക്ടർമാരുടെ അടുത്ത് കിട്ടും, അല്ലെങ്കിൽ KSRTCയുടെ ഡിപ്പോയിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ KSRTCയുടെ സ്റ്റോള് കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലത്ത് എൻ്റെ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പ്രദർശന മേളയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്റ്റോളുള്ളത്. ഇപ്പോൾ KSRTCയുടെ ഈ ട്രാവൽ കാർഡ് വാങ്ങുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് വന്നത്. കാരണം നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഈ കാർഡ് കാണിക്കാവുന്നതാണ്. മാത്രമല്ല ഈ കാർഡിന് മറ്റൊരു പ്രത്യേകത, നിങ്ങളുടെ ബാലൻസ് പണം എത്രയുണ്ട് എന്നറിയാനൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിൽ കാണിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 100 രൂപയാണ്. പെയ്ഡ് എമൗണ്ട് 100 രൂപ നിങ്ങൾ നൽകി, ബാലൻസ് 100 രൂപ, ന്യൂ ബാലൻസ് 100 രൂപ. അതായത് നിങ്ങളിപ്പോൾ 20 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ബാക്കിയുള്ള 80 രൂപ കൃത്യമായിട്ടുണ്ട് എന്ന് ഇതിൽ കാണിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ വാങ്ങിയ കാർഡ് 100 രൂപയുടെ കാർഡാണ്. ഈ കാർഡിന് വില 100 രൂപയാണ്. സാർ, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഉപകാരങ്ങൾ കാര്യങ്ങളൊന്നും വെക്കാം? തീർച്ചയായിട്ടും KSRTC ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കാർഡാണ് ട്രാവൽ കാർഡാണ്, ചലോ ട്രാവൽ കാർഡ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ കാർഡിൻ്റെ ആക്ടിവേഷൻ ചാർജ് 100 രൂപയാണ്. 100 രൂപ കൊടുത്ത് ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ മുതൽ 2000 രൂപ വരെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ KSRTCയുടെ ഏത് KSRTC ബസ്സിൽ നിന്ന് റീചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ ക്യാഷ് ഇപ്പോൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചില്ലറ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കീറിയ നോട്ടാണെന്നുള്ള പ്രശ്നങ്ങൾ, ആ തർക്കങ്ങളെല്ലാം ഒഴിവായിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ക്യാഷ് മാത്രമേ ഈ കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ആവുകയും ബാക്കി എമൗണ്ട് ഈ നിങ്ങളുടെ ടിക്കറ്റിൽ തന്നെ വാലറ്റ് ബാലൻസ് എത്രയാണെന്ന് കാണാനും കഴിയും. അതല്ലെങ്കിൽ കണ്ടക്ടറോട് ചോദിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ കാർഡിൻ്റെ സ്റ്റാറ്റസ് പ്രിൻ്റ് റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് തരും. അത് കൂടാണ്ട് ചലോ എന്ന് പറയുന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ കാർഡ് ആഡ് ചെയ്യാനായിട്ടുള്ള നമ്പറും ആക്ടിവേഷൻ കോഡും ഉണ്ട്. ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാർഡ് റീചാർജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. നിലവിൽ അത് എനേബിൾ ചെയ്തിട്ടില്ല, ഉടനെ തന്നെ അതും എനേബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളോ മുതിർന്ന ആൾക്കാരോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് കാർഡ് കൊടുത്താൽ മതിയാവും തീർച്ചയായിട്ടും. അപ്പോൾ കണ്ടക്ടറും യാത്രക്കാരും തമ്മിലുള്ള വഴക്കും ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ സുഖകരമായ ഒരു യാത്ര ഉണ്ടാവും. ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബാലൻസ് എപ്പോൾ കിട്ടുന്നുള്ള യാത്രക്കാരൻ്റെ ബുദ്ധിമുട്ടും ചില്ലറ കിട്ടിയില്ലെന്നുള്ള കണ്ടക്ടർ പരാതിയും. രണ്ടും ഒരുമിച്ച് പരിഹരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കാർഡ് വന്നിട്ടുള്ളത്. ഇതെല്ലാം RFID കാർഡാണ്, സ്വൈപ്പിംഗ് ഒന്നുമില്ല, ടാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കാർഡ് ഡാമേജ് ആവില്ല. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഈ കാർഡുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് വീണ് പോയി കഴിഞ്ഞാൽ പണം നഷ്ടപ്പെട്ട് കിട്ടുന്ന പോലെ ഉപയോഗിക്കാം KSRTCയിൽ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് കാർഡിൽ നിങ്ങൾ എത്രത്തോളം റീചാർജ് ചെയ്തിട്ടുണ്ടോ ആ എമൗണ്ട് നിങ്ങളുടെ ക്യാഷായിട്ട് തന്നെ കരുതണം. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വാലറ്റിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഈ സ്മാർട്ട് കാർഡ് ട്രാവൽ കാർഡായിട്ട് KSRTC ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് KSRTCയിൽ നിന്ന് തന്നെ ഇത് ലഭ്യമാണ്. ഇത് റീചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് KSRTC ഡ്രൈവർമാരുടെ അടുത്ത് കണ്ടക്ടർമാരുടെ അടുത്ത് നിന്ന് ലഭ്യമാണ്. പിന്നെ അല്ലെങ്കിൽ ചലോ ആപ്പിൽ കയറി ഇത് റീചാർജ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് S. അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.